ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇതൊരു പുതിയ ചാപ്റ്ററാണ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ഇൻകം ടാക്സ് ആൻഡ് GSTയിലെ ഓഡിറ്റാണ്. ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, അതല്ല ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഓഡിറ്റ് നോക്കാം. Audit under GST is the process involved in the examination of records, returns and other related documents maintained by a registered person. അതായത് നമുക്ക് ഓഡിറ്റ് എന്താണെന്നറിയാം. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇതിൽ ഓഡിറ്റായിട്ട് പറയുന്നത്. എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ്, റിട്ടേൺസ്, അതുപോലെ തന്നെ അതർ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ്. അത് ആര് മെയിൻറ്റെയിൻ ചെയ്യുന്ന, രജിസ്റ്റേർഡ് പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സുകൾ, റിട്ടേൺസ്, അതുപോലെ തന്നെ അത് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓഡിറ്റ് നമ്മുടെ ഈ GSTയിൽ 3 തരത്തിലാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഓഡിറ്റ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അതായത് CA-ക്കാരും CMA-ക്കാരും നടത്തുന്ന ഓഡിറ്റ്. പിന്നെ രണ്ടാമത് പറയുന്നതാണ് ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ് നടത്തുന്ന ഓഡിറ്റ്. പിന്നെ മൂന്നാമത് പറയുന്നതാണ് സ്പെഷ്യൽ ഓഡിറ്റ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും. ആദ്യത്തെയാണ് ഇത് ഓഡിറ്റ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, സെക്ഷൻ 35 സബ്സെക്ഷൻ 5 അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, every registered person whose aggregate turnover during a financial year exceeds rupees 5 crore shall get his accounts audited by a chartered accountant or a cost and management accountant and shall furnish a copy of audited annual accounts and a reconciliation statement duly certified in form GSTR 9C. അതായത് നമുക്കറിയാം, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ഇയറിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ലിമിറ്റ് 40 ലക്ഷത്തിന് കൂടുതലാണെന്നുണ്ടെങ്കിലാണ് അദ്ദേഹം എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. 40 ലക്ഷത്തിന്. ഓക്കെ, ഇത് ഇവിടെ ടെക്സ്റ്റിൽ പറഞ്ഞത് 5 crore. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയറിൽ 5 കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ഓഡിറ്റ് നടത്തേണ്ടത് ആരായിരിക്കണം? ഒന്നുക്കതൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ എക്സീസ് ₹5 crore ഷാൽ ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓർ എ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ആൻഡ് ഷോൾ ഫർണിഷ് എ കോപ്പി ഓഫ് ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ട്, ആ ഒരു കോപ്പി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, സർട്ടിഫൈ ചെയ്തിട്ട് വെക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് ഓഡിറ്റഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത് പറയുന്നതാണ് ഇത് ഓഡിറ്റഡ് ബൈ ടാക്സ് അതോറിറ്റീസ്. അതായത് ദി കമ്മീഷണർ ഓർ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം ബൈ വേ ഓഫ് ജനറൽ ഓർ എ സ്പെസിഫിക് ഓർഡർ മേ അണ്ടർടേക്ക് ഓഡിറ്റ് ഓഫ് എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഫോർ സച്ച് പീരിയഡ് അറ്റ് സച്ച് ഫ്രീക്വൻസി ആൻഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് കമ്മീഷണറോ അല്ലെങ്കിൽ കമ്മീഷണറോ ഓതറൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഫീസർക്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു പേഴ്സൺ, ഒരു രജിസ്റ്റേർഡ് പേഴ്സണിൻ്റെ ഓഡിറ്റിംഗ് നടത്താം. അതാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ the registered person shall be informed by way of a notice not less than 15 working days of prior to the conduct of audit in such manner as may be prescribed. അതായത് കമ്മീഷണറോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്തിട്ടുള്ളൊരു ഓഫീസറോ ഒരു രജിസ്റ്റേർഡ് പേഴ്സണിൻ്റെ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ഓഡിറ്റ് നടത്തുന്നതിന് 15 ദിവസം മുന്നേ ആയിട്ട് നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ അടുത്ത് അതെന്ത് ചെയ്ത് നോട്ടീസ് അയച്ചിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അതാണ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബി ഇൻഫോംഡ് ബൈ വേ ഓഫ് എ നോട്ടീസ് നോട്ട് ലെസ് ദാൻ 15 വർക്കിംഗ് ഡേയ്സ് പ്രയർ ടു ദി കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. The audit under subsection 1 shall be completed within a period 3 months from the date of commencement of the audit. അതായത് 3 മാസത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഓഡിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതല്ല ഇനി 3 മാസം പോരാന്നുണ്ടെങ്കിൽ provided that where the commissioner is satisfied that the audit in respect of such registered person cannot be completed within 3 months,
he may, for the reason to be recorded in writing, extend the period by further period not exceeding 6 months. അതായത് ഒരു 6 മാസം വരെ അത് കൂട്ടിക്കൊടുക്കാം, ഇത് ഈ 3 months എന്നുള്ളത്. അത് ഓഡിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതിലാര് സാറ്റിസ്ഫൈഡ് ആവണം? നമ്മുടെ കമ്മീഷണർ സാറ്റിസ്ഫൈഡ് ആവണം. എന്നാൽ മാത്രമേ ഈ 6 മാസം എന്നുള്ളത് വരെയുള്ളത് കൂട്ടിക്കൊടുക്കത്തുള്ളൂ. അതാണ് എന്ത് പറയുന്നത്, ടാക്സ് ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസിൽ പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്പെഷ്യൽ ഓഡിറ്റ്. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. കുറച്ച് മുന്നേ നമ്മുടെ രജിസ്റ്റേർഡ് പേഴ്സൺ തന്നെ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു സ്ക്രൂട്ടിനിറ്റോ അല്ലെങ്കിൽ എൻക്വയറി ഇൻവെസ്റ്റിഗേഷനോ നടക്കുമ്പോൾ അവരുടെ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ മിസ്റ്റേക്സും ഫ്രോഡ്സും എന്തൊക്കെയോ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ GST ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ അവിടെ നടത്തുന്നതാണ് എന്തൊരു പറയുന്നത്, സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പെഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് മേ ബി ആരായിരിക്കും? ഒന്നുകിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അതായത് CMAക്കാരായിരിക്കും. ഓക്കെ, ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും. Okay, if at any stage of scrutiny, enquiry, investigation or any other proceedings before him, any officer not below the rank of assistant commissioner having regard to nature and complexity of the case and interest of revenue is of the opinion that the value has not been correctly declared or the credit availed is not within normal limits, the chartered accountant or cost and management accounts so nominated shall within പീരിയഡ്, അത് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കണം. അത് കംപ്ലീറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 90 ദിവസം കൂടെ അനുവദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കുഞ്ഞ ചാപ്റ്ററാണ്. മേ ബി നിങ്ങളോട് എന്താണ് GST ഓഡിറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഓഡിറ്റ് എന്താ GST എന്താണെന്ന് മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു എന്ന് വരാം. അതുപോലെ തന്നെ ഇതും ഓഡിറ്റ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഓഡിറ്റ് ബൈ ടാക്സ് അതോറിറ്റീസും അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഡിറ്റും ചിലപ്പോൾ ചോദിച്ചെന്ന് വരാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്